ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് ഇപ്പോൾ ടാരോയ്ക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. എല്ലാവരും സുഖമായിരിക്കുന്നു? എന്താണ് ഇപ്പോൾ പറയാനുള്ളതെന്ന് നോക്കാം. അതുപോലെ കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി, എല്ലാ വ്യൂവേഴ്സിനും നന്ദി. അതെന്തിനാ നന്ദി പറഞ്ഞോളുന്നു. ഓക്കെ, എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കണേ. എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം. ഓക്കെ, ഓക്കെ, എല്ലാവരും പോസിറ്റീവായിരിക്കുക. കാർഡുകൾ എന്താണെന്ന് നോക്കാം. ഇന്ന് എല്ലാ കാർഡുകളും ഒരുമിച്ചെടുത്തിട്ട് ഞാനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം. കാർഡുകൾ അറേഞ്ച് ചെയ്തിട്ട് വരാം. ഡിയേഴ്സ്, അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. കാർഡുകളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ ഇപ്പോൾ എന്താണ് ടാരോയ്ക്ക് നമ്മളോട് പറയാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ പോസിറ്റീവായിട്ട് ഇരിക്കുക. ഇതാരുടെയും പേഴ്സണൽ റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക. ടൈംലെസ് ആണ്. ഓക്കെ, എന്താണ് കാർഡുകൾ നോക്കാം. ആദ്യത്തെ കാർഡ് തന്നെ ഫൂളാണ്. ഓക്കെ, ഫൂൾ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് എന്ത് റിസ്ക് എടുത്തിട്ടും നിങ്ങൾ ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു അവസരമാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ് നിങ്ങൾ. ആ ഒരു റിസ്ക് എടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് വരുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കാൻ പറയുന്നുണ്ട്. കാരണം നിങ്ങൾ എന്ത് റിസ്ക്കും എടുക്കും എന്നാണ് പറയുന്നത്. അതായത് ഡെപ്പോസിറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ, അതായത് പുതിയ കോഴ്സ് ചിലവർക്ക് വരുന്നു, ഡെപ്പോസിറ്റിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോഴെന്നാണ് പറയുന്നത്. അതുപോലെ ചിലർക്കൊക്കെ ഇന്നൊരു യാത്രയുണ്ടാവാം. അതുപോലെ പുതിയ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് ഇന്ന് വന്നു ചേരാൻ സാധ്യതയുണ്ട്. പുതിയ എല്ലാത്തിലും ഒരു പുതുമ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. കല്യാണമൊക്കെ ആലോചിക്കുന്നവർക്കാണെങ്കിൽ ഒരു വിവാഹ നിശ്ചയത്തിനുള്ളൊരു സാധ്യത ഇന്നുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസിക്ക് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഒരു പ്രഗ്നൻസി റിവീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രണയത്തിലാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയൊരു തുടക്കമാണ് നിങ്ങൾക്ക് വരുന്നത്. സൗഹൃദത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ പുതിയൊരു ഫ്രണ്ടിനെ കിട്ടാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. പിന്നെ പുതിയ ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടുന്നു, പുതിയ കാഴ്ചപ്പാടുകൾ ഒക്കെ, എല്ലാം ഒരു പുതുമയാണ് നിങ്ങൾക്കിന്ന് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് ഒരു വിശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു വിശ്രമം ആവശ്യവുമാണ്. വിശ്രമിക്കാനുള്ളവർ വിശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പിന്നെ ചിലർ പുതിയ ഡയറ്റ്, ആരോഗ്യ കാര്യത്തിലാണെങ്കിൽ പുതിയ ഡയറ്റ് ഫോളോ ചെയ്യാൻ നിങ്ങൾ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന്, അതായത് ജിമ്മ്, എക്സസൈസ്, യോഗ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരോഗ്യ കാര്യത്തിൽ, അതായത് ഹെൽത്ത് കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കണം എന്ന് വിചാരിച്ച് പുതിയൊന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഇന്ന് ഇവിടെ കാണുന്നുണ്ട്. അതാണ് ഫുൾ കാർഡ് വരുന്നത്. അടുത്തത് ജഡ്ജ്മെൻ്റ് ആണ്. കഴിഞ്ഞ റീഡിങ്ങിലും ഈ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു കാർഡ്. അപ്പോൾ നിങ്ങൾ സ്വയം ഒരു ആത്മപരിശോധന നടക്കുന്നു. അതായത് ഒരു റീബർത്താണ് നിങ്ങൾക്ക്. ഇതുവരെ ഒരുപാട് സ്ട്രഗിൾസിലൂടെ നിങ്ങൾ പോയി, അതിനുശേഷം നിങ്ങൾ കുറേ അനുഭവങ്ങൾ പഠിച്ച് അതിൽ നിന്ന് റീബർത്താണ് നിങ്ങൾക്ക്. ഓക്കെ, ഒരു വ്യക്തത നിങ്ങൾക്ക് വരുന്നു. എന്താണ് ഇതുവരെ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള ഒരു വ്യക്തത നിങ്ങൾക്ക് വരുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള ഒരു ലക്ഷ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നു. അതായത് പഴയ ഒരുപാട് പ്രശ്നങ്ങൾ അതൊക്കെ ഞാൻ വിട്ടുകളയുകയാണ്, അതൊക്കെ മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ പോവുകയും, അതായത് ആ ഒരു ഇപ്പോൾ ഉള്ളത് നിങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ജോലിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഒരു ലക്ഷ്യം നിങ്ങളിലേക്ക് വരുന്നു. പിന്നെ ധനത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ തോന്നും, പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ വാങ്ങുക. അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്, പക്ഷേ വേണ്ട കാര്യങ്ങൾ മാത്രം വാങ്ങുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് വരുമെന്നാണ്. റിലേഷൻഷിപ്പിലാണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഇപ്പോഴുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ പുതിയ തലത്തിലേക്ക് മാറുന്നു. അതായത് ഇത്രയും കാലം നിങ്ങൾ ആ ഒരു ബന്ധത്തെ കണ്ടിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറെ കുറ്റപ്പെടുത്താനൊക്കെ സാധ്യതയുണ്ട്.
അതൊക്കെ ഒന്ന് കെയർഫുള്ളായിട്ട് സംസാരിക്കുമ്പോൾ ഒന്ന് കെയർഫുള്ളായിരിക്കാനും പറയുന്നുണ്ട്. പിന്നെ ചിലർക്കൊക്കെ അതായത് എന്തെങ്കിലും ഇപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും കാര്യം വിഷമഘട്ടത്തിലൂടെ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കില്ലേ, ഇന്ന് നേർച്ച ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക, ഗുരുവായൂർ പോകാനോ പള്ളിയിൽ പോകാനോ മെഴുകുതിരി കത്തിക്കാനോ അല്ലെങ്കിൽ തുലാഭാരം കഴിക്കാനോ അങ്ങനെ എന്തെങ്കിലും നേർച്ച നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ, ഇത് റെസണേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക, അങ്ങനെ ഒരു വിശ്വാസത്തിലൂടെ പോകുന്നവർ മാത്രം എടുക്കുക. അങ്ങനെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതും കൂടെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സമയമാണ്. നിങ്ങൾ ഒന്ന് അമ്പലത്തിലൊക്കെ പോയി വഴിപാടുകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാനും ഉള്ള ഒരു കാർഡാണ്. അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, റെസണേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക. എല്ലാ വിശ്വാസികളും പലതരത്തിലുള്ള വിശ്വാസികൾ കാണുന്നതാണ്. അവരുടെ രീതിയിൽ എന്താണ് അവർക്ക് ചെയ്യാനുള്ളത് എന്ന് ആലോചിച്ച്, ചിലപ്പോൾ മറന്നുപോയതായിരിക്കാം, അത് നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതുമായിരിക്കാം. ഓക്കെ, അടുത്തത് 8 ഓഫ് വാൺസ് ആണ്. ഓക്കെ, 8 ഓഫ് വാൺസ് എന്ന കാർഡ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന്, അതായത് പെട്ടെന്നുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. വളരെ പെട്ടെന്നാണ് നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വരുന്നത്. അതായത് ഇത്രയും കാലം ഒരു സ്തംഭനാവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മൂവ്മെൻ്റ് ഇല്ലാത്ത കാര്യം നിങ്ങളിലേക്ക് പെട്ടെന്ന് ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു, ഒരു പുതിയൊരു ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഒരു പെട്ടെന്നൊരു എല്ലാത്തിലും ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറയുന്നു. അതായത് കുറേ നാൾ കൊണ്ട് നിങ്ങൾ ഒരു കോഴ്സ് മാറ്റി വെച്ചിട്ടുണ്ടാവും, പഠിക്കണോ വേണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ നിങ്ങളിലേക്ക് വരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ വിചാരിച്ച് മാറ്റി വെച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങളതിൽ തീരുമാനം എടുക്കുന്നു. ഓക്കെ, അതുപോലെ ചിലരൊക്കെ എന്താ പറയുക, സാഹസികതയൊക്കെ കാണിക്കാൻ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ ചിലർ അതായത് എയർ ട്രാവൽ ചെയ്യാനുള്ള ചാൻസ്, ഒരു എയർ ട്രാവൽ ചെയ്ത് അതായത് വിദേശത്തേക്ക് പോകാനോ വിദേശത്തു നിന്ന് വരുവാനോ ഉള്ള ഒരു ചാൻസ് കൂടി ഇവിടെ കാണുന്നുണ്ട്. ഒരു എയർ ട്രാവലാണ്. നിങ്ങളിലേക്ക് പല തരത്തിലുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് മൂവായിട്ട് സ്റ്റക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് പെട്ടെന്നൊരു മൂവ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് നൈറ്റ് ഓഫ് വാൺസ് ആണ്. ഇവിടെ നിങ്ങൾ വളരെയധികം ആക്റ്റീവാണ്, അതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ടും ഇന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. വളരെ ആക്റ്റീവും, ഇവിടെ കാണാം കുതിരപ്പുറത്ത് കയറി പോകുന്ന ഇത്, നമ്മൾ കുതിരപ്പുറത്ത് പോകുമ്പോൾ വളരെ സ്പീഡിലാണ് പോകുക അല്ലേ. അപ്പോൾ വളരെയധികം സ്പീഡി ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എന്തോ കാര്യം നിങ്ങൾ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്, അതിലേക്ക് വളരെയധികം സ്പീഡി ആയിട്ട് നിങ്ങൾ പോകുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, വെല്ലുവിളികൾ ഏറ്റെടുക്കും. അപ്പോൾ അറിയാലോ, അപ്പോൾ ഞാൻ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കെയർഫുൾ ആയിരിക്കണം. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഇതാ ഇവിടെ ഒരു തീ കാണുന്നുണ്ടല്ലേ, അപ്പോൾ ആ ഒരു തീയുടെ ഫയറിൻ്റെ എനർജിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് കെയർഫുള്ളായിരിക്കാനും പറയുന്നത്. ചിലർക്കൊക്കെ സ്വത്ത് വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ഉള്ള ഒരു സാധ്യത ഇന്ന് കാണുന്നുണ്ട്. പിന്നെ ഡെപ്പോസിറ്റ്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അതായത് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ, അത് ചിലവരൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് കുറേ കാലം വിചാരിക്കുന്നുണ്ടാവും. ഇന്ന് അതിൽ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ സാധ്യതയുണ്ട്. ഉത്സാഹം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ആ ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്നും കൂടെ അവെയർ ആയിരിക്കാനും പറയുന്നുണ്ട്. അടുത്തത് 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഓക്കെ, ഇവിടെ എന്താ പറയുക, ഐക്യം, പങ്കാളിത്തം, സ്നേഹം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതായത് 2 പേര് ഇപ്പം ബന്ധങ്ങളിലൊക്കെ ആണെങ്കിൽ 2 വ്യക്തികൾ പരസ്പരം ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഇത് ഷെയർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണെങ്കിൽ അതായത് ഒരേ മനസ്സോടുകൂടി ഐക്യത്തോടുകൂടി മുന്നോട്ടേക്ക് പോകുന്നു. ബന്ധങ്ങളിൽ സന്തുലിതാവസ്ഥ വരുന്നു. പുതിയ പാർട്ട്ണർ നിങ്ങൾ തമ്മിൽ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, പരസ്പരം പറയുന്നു ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ ഒക്കെയാണ്. സൗഹൃദത്തിലാണെങ്കിൽ പുതിയ വ്യക്തികൾ, നിങ്ങളുടെ വേവ് ലെങ്ത്തിനനുസരിച്ചിട്ടുള്ള വ്യക്തികളെ നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഒരു സന്തുലിതാവസ്ഥ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നാണ് പറയുന്നത്. ഷെയറിങ് ആൻഡ് കെയറിങ് എന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. ഓക്കെ, അത് സഹപ്രവർത്തകരായാലും കൂടെ ഒരുമിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന 2 വ്യക്തികളെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് ഏസ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. ഇവിടെ ഏസ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുതിയൊരു തുടക്കമാണ് നിങ്ങളിലേക്ക് വരുന്നത്, പക്ഷേ അതിൽ ഒരു ആശയക്കുഴപ്പമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഒരു വ്യക്തത നിങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. വ്യക്തത കൊണ്ടുവരണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ,
ചിലപ്പോൾ ചില വെല്ലുവിളികളൊക്കെ ഇന്ന് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ജോലി സ്ഥലത്തൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ചിലർക്കൊക്കെ ജോലിയിൽ പുതിയ അവസരങ്ങൾ വരുന്നുണ്ട്. പിന്നെ ചിലരൊക്കെ ഒരു പ്ലാനിങ് ഒക്കെ തയ്യാറാക്കുന്നുണ്ട്. അതായത് ബഡ്ജറ്റിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലും ഒരു പ്ലാനിങ് കൊണ്ടുവരാൻ നിങ്ങൾ തീരുമാനിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരുപാട് പർച്ചേസുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യലി കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ തീരുമാനിക്കുകയാണ്, ഇനി ഇങ്ങനെയൊന്നും ആയാൽ ശരിയാവില്ല, നല്ലൊരു പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. അങ്ങനെയുള്ളൊരു തീരുമാനം നിങ്ങളിലേക്ക് വരുന്നു. ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാനിങ്, ഇതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ട്. അത് നിങ്ങളിൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നും കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബന്ധങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു തുടക്കമാണ് ഇന്ന് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സത്യസന്ധമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സത്യസന്ധത കാണിക്കുക കമ്മ്യൂണിക്കേഷനിൽ എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടി നിങ്ങൾക്കുണ്ട്. പുതിയ കാഴ്ചപ്പാടാണ് നിങ്ങൾക്കുള്ളത്, അതുകൊണ്ട് തന്നെ അതിൽ വ്യക്തത വേണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ആരോഗ്യത്തിലാണെങ്കിൽ പലർക്കും ഇന്ന് സർജറിക്കുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഒരു സർജറീൻ്റെ സാധ്യത ഇന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വ്യായാമം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം നിങ്ങൾ മനസ്സിലാക്കുന്നു. വ്യായാമം ചെയ്യണം എന്നുള്ള ഒരു ആവശ്യകത നിങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുള്ള ഒരു പ്രിപ്പറേഷൻസ് കൂടി നടക്കുന്നു. 2 സ്ഥലത്ത് അങ്ങനെ വന്നിട്ടുണ്ട്, അതായത് ഇവിടെയും ഇവിടെയും. അതായത് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് പറയുന്നത്. ചിലരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം, പുതിയൊരു തരത്തിൽ, അതായത് യോഗ ചെയ്യണം, ജിമ്മിൽ പോകണം, അങ്ങനെയുള്ള എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഉള്ള ഒരു കാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നത്. അടുത്തത് ഡെത്ത് കാർഡാണ്. ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിട്ടുള്ളത് ഡെത്ത് കാർഡ് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഡെത്ത് ആൻഡ് റീബർത്ത് എന്നാണ്. അതായത് ഒരു പരിവർത്തനമാണ്, മാറ്റമാണ്. ഇപ്പോൾ കരിയറിലൊക്കെ ആണെങ്കിൽ പുതിയ അവസരം ആണ് നിങ്ങളിലേക്ക് വരുന്നത്. അത് നിങ്ങൾ പഴയ ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്റ്റേജിലൂടെ വന്ന് അത് കഴിഞ്ഞു പുതിയതായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. അതിന് നല്ല സമയമാണ്, സമയം അനുകൂലമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് വെല്ലുവിളികൾ വന്നേക്കാം, പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഓക്കെ, പക്ഷേ അത് നിങ്ങൾ ഓവർകം പുതിയൊരു മാറ്റത്തിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഇത്രയും കാലം ഉണ്ടായിരുന്നു വ്യത്യസ്തമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. ചിലപ്പോൾ ബന്ധങ്ങളിൽ പലതരത്തിലുള്ള ആവശ്യങ്ങൾ, മാറ്റങ്ങൾ ഒക്കെ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ പ്രശ്നങ്ങളെ നിങ്ങൾ സത്യസന്ധമായിട്ടും ഓപ്പൺ ഹാർട്ടഡായിട്ടും നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുന്നു. അതായത് ഇത്രയും കാലം ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറി ചിന്തിക്കുന്നു. ആരോഗ്യകാര്യത്തിലാണെങ്കിൽ നിങ്ങൾ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ നല്ലൊരു സമയം അല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് കെയർ ആവണം. അതുകൊണ്ടാണ് ഇവിടെ പ്ലാനിങ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുണ്ടാവുക. അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു പ്രതിരോധ ശേഷിയൊക്കെ കൂട്ടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് തിരിച്ചടികളോ നഷ്ടങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് കെയർ ആവാൻ വേണ്ടി പറയുന്നുണ്ട്. ഒന്ന് ബി കെയർഫുൾ. പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കെയർഫുൾ ആവാൻ വേണ്ടിയിട്ടും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. പണമൊക്കെ ചിലവഴിക്കുമ്പോഴായാലും ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പണം ചിലവഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, എക്സസൈസ് ചെയ്യുക. നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിൽ, നമുക്ക് നല്ല ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്തും നേടാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് ആവശ്യമുള്ള അബണ്ടൻസ് ആയാലും ബന്ധങ്ങളായാലും എന്ത് നമുക്ക് വേണമെങ്കിലും നമുക്ക് നല്ലൊരു ശരീരം വേണം. അപ്പോൾ നല്ലൊരു ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സും നല്ല ചിന്തകളും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മളെ ഹെൽത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കെയർ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. മോർണിംഗ് വാക്സിനൊക്കെ പോവുക. ഇപ്പം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ കുറച്ച് സമയം പ്രകൃതിയിലേക്കൊന്ന് ഇറങ്ങി ഒന്ന് നടക്കുക, കുറച്ച് സമയം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങളായാലും നമ്മളത് മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. വളരെയധികം ഹാപ്പി ആയിട്ടും സന്തോഷത്തോടു കൂടിയും മൈൻഡ്ഫുള്ളായിട്ടും നമ്മൾ ചെയ്യാം. പിന്നെ ഇവിടെ നിങ്ങളോട് ഫോർഗീവ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം, അതായത് പഴയ പ്രശ്നങ്ങൾ, അതായത് മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന തിരിച്ചടികളിലോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിലോ നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോർഗീവ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്.
പിന്നെ എന്താണ് ഇവിടെ ഇവിടെ നല്ല ഒരു എനർജിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ഡയറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പുതിയ തുടക്കമൊക്കെ ഉണ്ട്, ഒരു പുതുമയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അതുപോലെ വേഗത ഒന്ന് ശ്രദ്ധിക്കണം, ഉത്സാഹം കൂടുതലായിരിക്കും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഏഞ്ചൽസിന് ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? ഏഞ്ചൽസ് ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? ഓക്കെ, എന്താണെന്ന് നോക്കാം. അൺലൈക്ക്ലി എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. അതായത് നിങ്ങൾ വിചാരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരിക്കും ഇന്ന് കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വ്യത്യസ്തമായിട്ടായിരിക്കും കാര്യങ്ങൾ ഇന്ന് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു വ്യത്യസ്തത നിങ്ങളിലേക്ക്, ആ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഒരു തുടക്കമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും വ്യത്യസ്തമായിട്ടൊരു അവസരമായിരിക്കും. നിങ്ങൾ എന്തായിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക, പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അവസരം വേറെ ഇതായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത കാർഡ് എന്താണെന്ന് നോക്കാം. ഫോർഗീവ്നെസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ വിഷമിപ്പിച്ചവരോടും നിങ്ങൾ വിഷമിച്ചവരോടും എന്ത് ചെയ്യുക, ഫോർഗീവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവർക്ക് മാപ്പ് കൊടുത്ത് അവരെ വിട്ടുകളയുക, ലെറ്റ് ഗോ ചെയ്യുക. എങ്കിലാണ് അവിടെ ഒരു സ്പേസ് വരുന്നത്. ഇല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഒരുപാട് വിഷമങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ പിടിച്ചു വെക്കുമ്പോൾ അവിടെ സ്പേസ് ഫുള്ളാവുക ചെയ്യുന്നത്. പുതിയ കാര്യങ്ങൾക്ക് വരാനുള്ള സ്പേസ് അവിടെ നിങ്ങൾ കൊടുക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അതിനങ്ങ് വിട്ട് കളയുക, ലെറ്റ് ഗോ ചെയ്യുക. ഫോർഗീവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫോർഗീവ് ചെയ്യുക, ഫോർഗെറ്റ് ചെയ്യുക, അതിന് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളിലേക്ക് തന്നെ വരേണ്ടതാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. അല്ല, പുതിയ വ്യക്തികളാണ് വരേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, പുതിയ വ്യക്തികൾ അല്ലെങ്കിൽ പുതിയ സാഹചര്യങ്ങൾ, പുതിയ അവസരങ്ങൾ എല്ലാം നിങ്ങളിലേക്ക് വരും. നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ പിടിച്ചു വെക്കണ്ട, അതിനെ ഫോർഗീവ് ചെയ്തിട്ട് ഫോർഗെറ്റ് ചെയ്തിട്ട് ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, ഇതാണ് ഏഞ്ചൽസ് പറയുന്നത്. അടുത്ത കാർഡ് എന്താണെന്ന് നോക്കാം. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. അപ്പോൾ ഇത് സെയിം തന്നെയാണ് വന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേറ്റ്, അതായത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് വരേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ എന്ത് പറയുമ്പോഴും എന്ത് ചെയ്യുക, സത്യസന്ധമായിട്ടും അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടും കാര്യങ്ങൾ പറയാനാണ് നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആശയത്തിലും ആശയവിനിമയത്തിലും എല്ലാത്തിലും ഒരു വ്യക്തത കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ലുക്ക് ഫോർ എ സൈൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് ഒരു സൈൻ കാണിച്ചു തരാൻ വേണ്ടി പറയുക. എനിക്കത് ലഭിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ഇന്ന സൈൻ കാണിച്ചു തരണം. അപ്പോൾ നിങ്ങൾക്കൊരു സൈൻ ലഭിക്കുന്നതായിരിക്കും. ലുക്ക് ഫോർ എ സൈൻ എന്നാണ് പറയുന്നത്. അതിനാദ്യം മനസ്സ് ക്ലിയർ ചെയ്യണം. ഓക്കെ, ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്ന് പുതിയ അവസരങ്ങളൊക്കെ വരട്ടെ. ഹാപ്പി ആയിരിക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.